إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഒരു മുത്തഖിയായി, ഒരു മുവഹിദായി കൊണ്ട് ജീവിച്ച് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് നാളെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള പരിശ്രമം ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ടാകണമെന്ന് ഏറെ ഗൗരവത്തോടുകൂടി ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഈ ഒരു മുഹറം മാസത്തിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഇബാദത്തായ ആശുറയുടെ നോമ്പ് എടുക്കുന്ന ആളുകളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിവസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ ഒരു നോമ്പ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഈ ഒരു മാസത്തിൽ പ്രത്യേകമായി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞൊരു ഖുതുബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നും അതിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചുവെന്നും ആ കൂട്ടത്തിൽ തന്നെ മുഹറം മാസത്തിൽ പേരുകൊണ്ട് തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്ന ഒരു ദറജ, ഷഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്ന ഒരു ദറജ ഒക്കെ ഈ മാസത്തിനുണ്ട് എന്നും
അതുകൊണ്ട് ആ മാസത്തിനെ എങ്ങനെയാണ് നമ്മൾ ആദരിക്കേണ്ടത് എന്നും പരിപാവനമായി നമ്മൾ കണക്കാക്കേണ്ടത് എന്നും ഒരാമുഖം നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സംസാരിച്ചു. എന്താണ് ഈ മാസങ്ങളുടെ പവിത്രത കൊണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത്? ഫലാ തദ്ലിമൂ അൻഫുസഹും, നിങ്ങൾ ആ മാസത്തിൽ നിങ്ങളുടെ നഫ്സുകളോട് തന്നെ, നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് എന്നാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മഅ്സിയ, ഇസ്മുൻ, പാപങ്ങളാണ്, അള്ളാഹുവിനോടുള്ള അനുസരണക്കേടാണ്. അതൊക്കെയാണ് ഈ ഒരു ദുൽമ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും ഈ ഒരു മാസം എത്തുമ്പോഴേക്ക് തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനോ, പരമാവധി ജീവിതത്തിൽ തെറ്റുകളെയും മോശപ്പെട്ട സംസാരങ്ങളെയും അനാവശ്യമായ പ്രവർത്തനങ്ങളെയും ഒക്കെ ജീവിതത്തിൽ നിന്നൊന്ന് മാറ്റി നിർത്താൻ ആ ഒരു ട്രെയിനിങ് സ്വന്തം നഫ്സിന് നൽകാൻ ഈ ഒരു മാസത്തെ പലപ്പോഴും നമ്മൾ ഉപയോഗപ്പെടുത്താറില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പാപങ്ങളായി, തെറ്റുകളായി പരിഗണിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് വൻ പാപങ്ങളെ മാത്രമാണ്. നമ്മുടെ മനസ്സിൽ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു മാസത്തിൽ, മുഹറം മാസത്തിൽ തെറ്റുകളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുക എന്താണ്? ഷിർക്ക്, വൻ പാപമാണ്, ഞാൻ അതിൽ നിന്നും ഫ്രീ ആണ് എന്നൊരു ധാരണ നമുക്ക് ഓൾറെഡി അങ്ങനെ തന്നെ വന്നു. ഞാൻ വ്യഭിചരിക്കുന്നവനല്ല, ഞാൻ കള്ളു കുടിക്കുന്നവനല്ല, അതുപോലെ വൻ പാപങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും കുഴപ്പമല്ല എന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ് പലപ്പോഴും ഈ ഒരു മാസത്തിനെ പരിപാവനമായി പ്രത്യേകമായി പരിഗണിക്കാൻ നമുക്കൊരു തടസ്സമാകുന്നത് എന്നാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ തെറ്റുകളെ അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിന് വലിയ പരിഗണന കൊടുക്കാത്ത ഒരു അവസ്ഥ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഒരു ബാബ് തന്നെ, ഒരു അധ്യായം തന്നെ അദ്ദേഹം ആ അധ്യായത്തിന് തലക്കെട്ട് കൊടുത്തത് തന്നെ ബാബു മാ യുത്തഖ മിൻ മുഹഖറാത്തി ദുനൂബ് എന്നാണ്. ആ ബാബിന്റെ പേരെന്താ? ആ ഒരു അധ്യായത്തിന്റെ സ്വഹീഹിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ മാ യുത്തഖ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന, നിങ്ങൾ പരിഗണിക്കേണ്ടുന്ന മിൻ മുഹഖറാത്തി ദുനൂബ്, ചില പാപങ്ങളെ നിങ്ങൾ വളരെ നിസ്സാരമാക്കി ഒരു ഗൗരവം കൊടുക്കാതെ നിങ്ങൾ വിട്ടുകളയുന്നു. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അധ്യായം കൊടുക്കണം. ആ അധ്യായത്തിൽ അദ്ദേഹം ഒന്നാമതായി കൊടുക്കുന്ന ഹദീസ് എന്ന് പറയുന്നത് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറാണ്. അദ്ദേഹം സ്വഹാബിമാരുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സ്വഹാബിമാരുടെ അവസാന കാലഘട്ടം, ആ ഒരു സമയങ്ങളിൽ താബിഈങ്ങളും അവരൊക്കെ ഉള്ള ഒരു സദസ്സിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞ ഒരു സംഭവം, സ്വഹീഹായ ഒരു സംഭവം, അതാണ് ഈ അധ്യായത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത്. നോക്കൂ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, ഇന്നക്കും ലതഅമലൂന അഅമാലൻ, നിങ്ങൾ ഇന്നക്കും ലതഅമലൂന അഅമാലൻ, നിങ്ങൾ കുറച്ച് പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ ചില അമലുകൾ ചെയ്യുന്നുണ്ട്. തെറ്റായ ചില കാര്യങ്ങളെയാണ് ഉദ്ദേശം. ചില ചെറിയ പാവങ്ങളെന്ന് നിങ്ങൾ പരിഗണിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ്ശഅർ, നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ നോക്കുമ്പോ ഹിയ അദഖു, അത് വളരെ ചെറുതാണ്, ഫീ അഅ്യുനികും, നിങ്ങളുടെ കണ്ണുകളിൽ മിനശ്ശഅർ, ഒരു മുടിയുടെ നാരിനോളം നിസ്സാരമാണ്. ഒരു മുടിയുടെ നാരിനോളം നിസ്സാരമായിരിക്കും ആ പ്രവർത്തനം നിങ്ങളുടെ കണ്ണുകളിൽ. അങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അഥവാ ഉദ്ദേശം, ചില പാപങ്ങൾ ചെയ്യുന്നു, ചില തെറ്റുകൾ, ചില തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. നിങ്ങളുടെ സംസാരത്തിലെ ചില പോരായ്മകൾ, നിങ്ങളുടെ ഇടപാടുകളിലെ ചെറിയ ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ്ശഅർ, നിങ്ങൾക്കൊക്കെ വളരെ നിസ്സാരമാണ്, മുടിയുടെ നാരിനോളം നിസ്സാരമാണ്. എന്നാലോ ഇൻ കുന്ന ലനഉദ്ദുഹ അലാ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇൻ കുന്ന നഉദ്ദുഹ, ഞങ്ങൾ അതിനെ എണ്ണിയിരുന്നു എന്നാണ്. നോക്കൂ, അപ്പൊ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പാപങ്ങൾ ഇങ്ങനെ എണ്ണിയിരുന്നു എന്നാണ്. ഞാൻ ചെയ്യുന്ന പാപം, അങ്ങനെ എണ്ണിയെടുക്കാൻ മാത്രം പാപങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ.
നമ്മുടെ കാര്യം. അപ്പൊ ഇൻ കുന്നാലനഉദ്ദുഹ, ഞങ്ങൾ എണ്ണുമായിരുന്നു, പരിഗണിക്കുമായിരുന്നു, അല അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്, അത് മൂബിഖാത്തുകളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ എണ്ണിയിരുന്നത്. ഇത് പറയുന്നത് താബീങ്ങളോടാണ്. ബാക്കി കൂടെയുള്ള സ്വഹാബിമാരോടും താബീങ്ങളോടുമാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അവരാരാണ്? ഖൈറുന്നാസു ഖർനി സുമ്മല്ലദീന യലൂനഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ മാതൃക, ഏറ്റവും ഉത്തമമായ സമൂഹം, ഖൈറുള്ള സമൂഹം എന്ന് പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം. ശേഷം സുമ്മല്ലദീന യലൂനഹും, അവർക്ക് ശേഷം എന്താ? താബീങ്ങൾ. അവരോടാണ് ഈ പറയുന്നത്. അവരോടാണ് ആ പറഞ്ഞത്, നിങ്ങൾ മുടിയുടെ നാരിനോളം നിസ്സാരമാക്കി ചില കാര്യങ്ങളെ തട്ടിക്കളയുന്നു, പരിഗണിക്കുന്നേ ഇല്ല, നിങ്ങൾ ഒട്ടും വില കൊടുക്കുന്നേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മിനൽ മൂബിഖാത്ത്, ഞങ്ങൾ വൻ പാപങ്ങളിലായി എണ്ണിയിരുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഒരു അസറാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരു അധ്യായത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത് എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളെയും നമ്മൾ പരിഗണിക്കുക വളരെ നിസ്സാരമായിട്ട്. അതൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ജീവിക്കാൻ പറ്റും. അതൊക്കെ ഈ ഒരു കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് അനങ്ങാൻ പറ്റൂലല്ലോ, മനുഷ്യന് ഇരിക്കാൻ പറ്റൂല്ലോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ. അങ്ങനെ പലപ്പോഴും പറഞ്ഞുകൊണ്ട്, അതിനെ പുച്ഛിച്ചുകൊണ്ട്, അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അതൊന്നും കുഴപ്പമുള്ള കേസൊന്നുമല്ല, അതൊക്കെ നിസ്സാര കേസല്ലേ, ഇതിനേക്കാളും വലുതൊക്കെ ആളുകൾ എന്തൊക്കെയോ ചെയ്യും. അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ. ഇവിടെ ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഇവിടെ വലിയ ബിദ്അത്തൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, എന്തോരം മോശത്തരങ്ങളൊക്കെ പരസ്യമായി ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറുത് എന്ന് ആളുകളെ ഉപദേശിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നോക്കൂ, ഈ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിലെ പ്രഗൽഭരായ ആളുകളാണ് ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചു നോക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇയ്യാകും വമുഹഖറാത്തി ദുനൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ജാഗ്രത പാലിക്കണം. വൽ മുഹഖറാത്തി ദുനൂബ്, പാപങ്ങളെ നിസ്സാരമാക്കി കാണുന്നതിനെ തൊട്ട്. നിസ്സാരമാണ്, അതൊന്നൊരു പ്രശ്നമേ അല്ലാത്ത രൂപത്തിൽ, അതൊരു 10 മിനിറ്റിന്റെ കേസ് കേട്ടല്ലേ ഉള്ളൂ, അതൊരു നിസ്സാര പണിയല്ലേ ഉള്ളൂ. നിങ്ങൾ നിസ്സാരമാക്കി വിടുന്ന വിഷയത്തെ തൊട്ട് ഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹുന്ന യജ്തമിഅന അല റജുലി ഹത്താ യുഹ്ലിക, അതിങ്ങനെ കുമിഞ്ഞു കൂടി 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 ഒരുപാട് ഇങ്ങനെ നിസ്സാരമാക്കി വിട്ടുകളഞ്ഞതും തട്ടിക്കളഞ്ഞതും പിന്നോട്ട് മാറ്റിവെച്ചതെല്ലാം ഇങ്ങനെ കൂടി 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 ലാസ്റ്റ് എന്താവും? അല റജുലി ഹത്താ യുഹ്ലിക, അവനെ നശിപ്പിക്കാൻ അത് മതിയാവുന്ന രൂപത്തിലേക്ക് വരും. അവനെ നശിപ്പിക്കാൻ അത് മതിയെന്നാണ്. വലിയ പാപങ്ങളൊന്നും വേണ്ട. ഒരാൾ ജീവിതത്തിൽ വ്യഭിചാരമോ കള്ളുകുടിയോ അതുപോലെ തന്നെ വലിയ നമ്മുടെയൊക്കെ ഗണത്തിൽ വലിയ പാപങ്ങളായി നമ്മൾ പരിഗണിക്കുന്ന വിഷയങ്ങൾ, ശിർക്കും ബിദ്അത്തും, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കി. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മുഹഖറാത്തി ദുനൂബ്, പാപങ്ങൾ എങ്ങനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, തെറ്റുകളെ ചെറിയ ചെറിയ തെറ്റുകളാണ്, അങ്ങനെ നിസ്സാരവൽക്കരിച്ച് തട്ടി തട്ടി ലാസ്റ്റ് ഹത്താ യുഹ്ലിക്ന, അവനെ നശിപ്പിക്കാൻ അഥവാ അവനെ നരകത്തിലെത്തിക്കാൻ അത് മതിയെന്നാണ്. നോക്കുക, ഖൗമുൻ നസ്സലു അർള ഫലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറയാം. ഒരു ഖൗമ്, ഒരു വിഭാഗം ആളുകൾ, നസ്സലു അർള ഫലാത്ത്, അവരൊരു മരുഭൂമിയിൽ തുറസ്തായ ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് അവരെത്തി, ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത്. അപ്പോ ഫഹദറ സനീഉൽ ഖൗം, ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോ ഭക്ഷണം പാകം ചെയ്യാനൊന്നും ഒന്നുമില്ല. അപ്പൊ എങ്ങനെ ഭക്ഷണം പാകം ചെയ്യും? ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഒരു മരുഭൂമി പോലുള്ള ഒരു സ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്യാൻ ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? ആ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ കുറച്ച് പോയി, ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോയി. എന്നിട്ട് ഒരു മരക്കഷ്ണവുമായി അയാൾ തിരിച്ചെത്തി, ഒരു ചുള്ളിക്കമ്പുമായിട്ട് അയാൾ തിരിച്ചെത്തി. ഇത് കണ്ടപ്പോ അടുത്ത ആള് പോയി, അടുത്ത ആളൊരു ചുള്ളിക്കമ്പുമായിട്ട് വന്നു, അടുത്ത ആള് പോയി, അടുത്ത ആളൊരു കമ്പുമായിട്ട് വന്നു. അങ്ങനെ കുറെ ആളുകൾ പോയി, ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയി പോയി ലാസ്റ്റ് വലിയ ഒരു കൂമ്പാരം, വലിയ ഒരു കൂമ്പാരമായിക്കൊണ്ടെന്ന് മാറി, ഒരു വിറകിന്റെ വലിയൊരു കൂമ്പാരമായിക്കൊണ്ട് മാറി. അത് കത്തിച്ച ഒരു ഭക്ഷണം പാകം ചെയ്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താണ് ആദ്യം പറഞ്ഞത്? ഇയ്യാക്കും വമുഹഖറാത്തി ദുനൂബ്, ഇതുപോലെയാണ് നിങ്ങൾ പാപങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നത് എന്ന്.
ആ ഒരു മനുഷ്യൻ ആദ്യം പോയി ഒരു ചുള്ളിക്കം പോയിട്ടൊന്നു ഇത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ്, ഇതും കൊണ്ട് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാന്ന് ഒരാൾ ചിന്തിച്ചില്ല. അടുത്താളും പോയി അങ്ങനെ എല്ലാരും കൂടെ കൊണ്ടുവന്നത് കൂട്ടിവെച്ചപ്പോ ഭക്ഷണം എല്ലാ കൗമിന് മുഴുവൻ, അവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറകായി എന്ന. ഇതുപോലെയാണ് ജീവിതത്തിൽ ചെറിയ പാപങ്ങൾ നമ്മൾ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ സംസാരങ്ങൾ. അതിപ്പോ ഒരു 2 മിനിറ്റിന്റെ ഒരു റീല് കണ്ടപ്പോ എന്ത് സംഭവിക്കാൻ? അതൊരു തമാശക്ക് ഒരു പാസ് ടൈമിന് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണല്ലേ. അതിലിപ്പോ മ്യൂസിക്, ഒരു 10 സെക്കൻഡിന്റെ ഒരു മ്യൂസിക്, ഇതൊക്കെ ഇപ്പൊ ഇത്ര ഈ ഒരു കാലത്തിൽ ഇതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ചർച്ചാ വിഷയം. ഇതിനേക്കാൾ വലുത് എന്തൊക്കെയോ സംഭവിക്കും. നമ്മൾ ഇങ്ങനെ വിട്ടുകളയുന്ന 10 സെക്കൻഡും 20 സെക്കൻഡും ചെറിയ സംസാരങ്ങളും ദേഷ്യപ്പെട്ടുള്ള നോട്ടങ്ങളും കട്ടുനോട്ടങ്ങളും ഇതുപോലെ തന്നെയുള്ള പുച്ഛങ്ങളും പുച്ഛഭാവങ്ങളും ഇതെല്ലാം അവസാനം ഇങ്ങനെ ഒരുമിച്ച് കൂടി അവനെ നശിപ്പിക്കാൻ അത് മതിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവനത് കൊണ്ടെത്തിക്കുമെന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി ചെറിയ കാര്യങ്ങളെയും സൂക്ഷ്മമായി പരിഗണിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി, വിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പ്രവാചകനിൽ വിശ്വസിക്കുന്ന, മലക്കുകളിലും കിതാബുകളിലും ഒക്കെ വിശ്വസിക്കുന്ന ഈമാനുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ. അവൻ തെറ്റുകളെ കാണുന്ന എങ്ങനെ അറിയോ? പാപങ്ങൾ എന്ന് കേട്ടാൽ അവന്റെ ഒരു മനോഭാവം എങ്ങനെ അറിയോ? അവൻ എങ്ങനെ കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ, അവനൊരു പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്നതായിട്ട് അവന് തോന്നും. എങ്ങനെ? അവനതിനെ പരിഗണിക്കുന്ന ഒരു വലിയ പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്നതായിട്ട് അവന് തോന്നും. യഖാഫു അൻ യഖഅ അലൈഹി, അത് ഇപ്പൊ അവന്റെ മേലേക്ക് മറിഞ്ഞു വീഴും, ആ പർവ്വതം ഇടിഞ്ഞു പൊളിഞ്ഞ് അവന്റെ മേലേക്ക് മറിഞ്ഞു വീഴും എന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെയാണോ ഒരാൾ ഒരു പർവ്വതത്തിന്റെ കീഴിൽ ഇരിക്കുന്നത്, അതുപോലെയാണ് പാപങ്ങളെ ഒരു വിശ്വാസി കാണുന്നത് എന്ന്. വ ഇന്നൽ ഫാജിർ, ഒരു മോശപ്പെട്ട മനുഷ്യൻ, ഒരു തെമ്മാടിയായ മനുഷ്യൻ, അഥവാ ഒരു മുഅ്മിനിന്റെ നേരെ ഓപ്പോസിറ്റ്, അവൻ എങ്ങനെ പാവങ്ങളെ കാണാന്നറിയോ? അവന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നിരിക്കുന്ന ഖദുബാബിൻ, ഒരു ഈച്ചയെ പോലെയാണ് അവൻ പാവങ്ങളെ കാണുന്നത്. എന്നിട്ടോ ഫഖാല ബിഹി ഹക്കദാ, ഒരു മൂക്കിന്റെ അറ്റത്ത് ഒരു ഈച്ച വന്നിരുന്നാൽ അവൻ എങ്ങനെയാണ് ആ ഈച്ചയെ പരിഗണിക്കുക? അങ്ങനെ തട്ടിക്കളയും. അതുപോലെയാണ് ഒരു ഫാജിർ തെറ്റുകളെ പരിഗണിക്കുന്നത്. അവൻ തെറ്റുകളെ കാണുന്നത് അങ്ങനെയാണ്. ഇത് തെറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചല്ല കേട്ടോ, യറാദുരൂപഹൂന, അവൻ തെറ്റുകളോടുള്ള അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അതാണ്, അവന്റെ ഒരു മനോഭാവം അതാണ്. ഒരാള് ചെയ്യുന്നത് കണ്ടാലും അവന്റെ ഒരു മനോഭാവം അത് തന്നെ. അവൻ നിസ്സാരമാണ്, എല്ലാ തെറ്റുകളും നിസ്സാരം. അങ്ങനെ നിസ്സാരമാക്കി നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ഇങ്ങനെ നോർമലായി, അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി, പല തെറ്റുകളും നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി, നമ്മുടെ ജീവിതത്തിന്റെ ജോലിയുടെ ഒക്കെ ഒരു ഭാഗമായി ആ തെറ്റുകൾ മാറുമ്പോ നാളെ പരലോകത്ത് വൻ പാപങ്ങളൊന്നും ഇല്ലാതെ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വൻ പാപങ്ങളൊന്നും നമ്മുടെ കണ്ണിൽ നമ്മൾ പരിഗണിക്കുന്ന വൻ പാപങ്ങളൊന്നും ഇല്ലാതെ അള്ളാന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഈ ചെറിയ തെറ്റുകളെല്ലാം ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ സവാദൻ ഇങ്ങനെ കുമിഞ്ഞു കൂടിയ വിറകിന്റെ ഒരു കൂമ്പാരം പോലെ നമ്മുടെ ചെറിയ തെറ്റുകളെല്ലാം കൂടി വന്നിട്ട് അവനെ നശിപ്പിക്കാൻ, നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ അത് മതിയാകുന്ന ഒരവസ്ഥ നമ്മുടെ നോമ്പുകൾക്കും, നമ്മുടെ റമളാനിലെ നമ്മുടെ നോമ്പുകൾക്കും നമ്മുടെ നമസ്കാരങ്ങൾക്കും ഒന്നും കവർ ചെയ്തെത്താൻ പറ്റാത്ത അത്രയും ചെറിയ പാപങ്ങൾ. പലപ്പോഴും നമ്മുടെ പ്രശ്നമൊക്കെ എവിടെ അറിയോ? നമുക്ക് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ തെറ്റിനോടുള്ള ഒരു മനോഭാവത്തിലാണ് പലപ്പോഴും പ്രശ്നം വരിക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദാഉ വൽ ദവാ എന്ന ഗ്രന്ഥത്തിൽ ഈ തെറ്റുകളെ സംബന്ധിച്ചും തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറയാ, അന്നൽ കബീറത്ത്, ഒരാൾ വൻ പാപങ്ങൾ ചെയ്യും, വലിയൊരു തെറ്റ് അയാൾ ചെയ്യും, അത് യഖ്തരിനു ബിഹാ, പക്ഷെ ആ തെറ്റ് ചെയ്യുന്നതോടുകൂടി അതിന്റെ ഒപ്പം കൂടെ ഉണ്ടാകും എന്ത്? മിനൽ ഹയാ, അയാൾക്കൊരു ലജ്ജ ഉണ്ടാവും. അത് ചെയ്തു പോയല്ലോ, അതായത് മോശമായി പോയി, അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, വളരെ ഗുരുതരമായൊരു പിഴവായി പോയി. വൽ ഖൗഫ്, അയാൾക്കൊരു പേടി ഉണ്ടാവും, നാളെ അല്ലാഹ് ഇതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കുമല്ലോ എന്നോർത്തൊരു പേടി അയാളുടെ മുമ്പിൽ ഉണ്ടാവും. വൽ ഇസ്തിഅദാമി ലഹാ, അതിനൊരു മഹത്വം, അതെന്തോ വലിയ ഒരു സംഭവമായിട്ട് എന്ത് ചെയ്യും അയാൾ കാണും. അയാൾക്കൊരു പേടി ഉണ്ടാവും, അതിന്റെ പേരിൽ ഞാൻ ചെയ്തു പോയല്ലോ എന്നോർത്തൊരു നാണം, ഒരു ലജ്ജ, അതുപോലെ തന്നെ അതൊരു വലിയ കാര്യമാണെന്നൊക്കെ അയാൾ പരിഗണിക്കും. എന്നാലോ
തുടർന്നുകൊണ്ട് ഇമാം പറയാ വഖദ് യഖ്തരിനു ബിസ്സഗീറ, എന്നാൽ ചെറിയ തെറ്റുകളാണെങ്കിലോ, ഒരാൾ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നു, നമ്മൾ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ബിൻ ഖില്ലത്തിൽ ഹയാ, അവിടെ ലജ്ജയുടെ വിഷയങ്ങളൊന്നുമില്ല, ലജ്ജ കുറവായിരിക്കും. അങ്ങനെ ഇത്ര നാണക്കേട് തോന്നാൻ മാത്രമൊന്നും ഇല്ലല്ലോ, ഇത്ര നാണക്കേട് തോന്നാൻ മാത്രം വിഷയത്തിൽ ഇപ്പൊ എന്താ എന്ന് ചിന്തിക്കും അയാൾ. വഅദമിൽ മുബാല, ഇതിപ്പോ എന്ത് വ്യത്യാസം, സാധാരണ നമ്മൾ ചെയ്യുന്ന വിഷയങ്ങളൊക്കെ പോലെ തന്നെ അതിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു തെറ്റ് എന്നൊന്നും പറയാൻ മാത്രമൊന്നും ഇല്ലത്. അള്ളാഹുവിനോടുള്ള ഒരു ഭയപ്പാടൊന്നും ആ വിഷയത്തിൽ ഉണ്ടാവില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ, അത് ഞാൻ അങ്ങനെയാണ്, ഞാൻ കുറച്ച് ചൂടനാണ്, ഞാൻ കുറച്ച് ദേഷ്യക്കാരനാണ്, എന്റെ സംസാരം അങ്ങനെയാണ്, എന്റെ ടോൺ അങ്ങനെയൊക്കെയാണ്, എന്റെ ഒരു ഇടപാട് കച്ചവടമൊക്കെ ഈ ഒരു ലൈനിലാണ്, അത് കാലങ്ങളായിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തു വന്നിരിക്കുന്നത്, ഇതുവരെ ആരും അങ്ങനെ കുറ്റമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒഴിവാക്കി സൈഡിലേക്ക് വെച്ച കാര്യങ്ങൾ, അതിന്റെ പേരിലൊന്നും എന്ത് ചെയ്യൂല, ഒരാൾക്ക് ലജ്ജ തോന്നാൻ വകുപ്പില്ലാത്ത വിധം അതൊക്കെ അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. അതാണ് യാഥാർത്ഥ്യം. എന്നാൽ പലിശയിൽ ഏർപ്പെടുന്ന ഒരാളോ, പലിശയാണെന്നൊക്കെ ഒരു ബോധ്യം ഉണ്ടാവും, ഇത് പലിശയാണ്, എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഒഴിയണം എന്നൊരു ബോധമെങ്കിലും ഉണ്ടാവും. എന്നാൽ പലപ്പോഴും പലിശയായ കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ നോർമലാകുമ്പോ അതിന്റെ പേരിൽ ഒരു പശ്ചാത്താപമോ അതിൽ നിന്നൊന്ന് പുറത്തിറങ്ങണം എന്ന ഒരു ചിന്ത പോലും, ഒരു മനോഭാവം പോലും പലപ്പോഴും ഉണ്ടാവില്ല. തുറന്നുകൊണ്ട് പറയാം, അങ്ങനെ അതിനെ നിസ്സാരമാക്കി കണ്ട് അത് അവസാനം വൻ പാപങ്ങളുടെ ഒരു ലെവലിലേക്ക് അത് എത്തുമെന്നാണ്. അപ്പൊ നോക്കാം, ഇവിടെ തെറ്റിന്റെ ചെറുപ്പവും വലുപ്പമല്ല, തെറ്റ് ചെറുതാണോ തെറ്റ് വലുതാണോ മീഡിയം സൈസ് ആണോ സ്മോൾ സൈസ് ആണോ ഇത് നോക്കിയിട്ടല്ല, പിന്നെ അത് വലിയ ഒരു തെറ്റിന്റെ അവസ്ഥയിലേക്ക് എത്തുന്നത് അതിന്റെ കൂടെ ഇല്ലാത്ത ആ ഒരു ലജ്ജയും അള്ളാഹുവിനോടുള്ള ഭയപ്പാടും ഇതൊന്നും ഇല്ലാതെ വരുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതൊരു വൻ പാപത്തിന്റെ അവസ്ഥയിലേക്ക് എത്തും. അയാളുടെ ആ മനോഭാവം, തെറ്റിനോടുള്ള അയാളുടെ കാഴ്ചപ്പാട് അതിനേക്കാൾ, അതായത് കബായിറിനേക്കാൾ, വൻപാപങ്ങളെക്കാൾ ഉയർന്ന ദർജയിലേക്ക്, ഒരു ലെവലിലേക്ക് അയാളെ എത്തിക്കുമെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ എല്ലാം റൂട്ട് എന്ന് പറയുന്നത്, ഇതിനെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇമാം പറയാ ഒക്കെ കൽബിലുള്ള കാര്യങ്ങളുടെ അവസ്ഥ വെച്ചിട്ടാണ് അയാളെ തെറ്റിനോട് കാണിക്കുന്ന ഒരു മനോഭാവം. അതൊരു അഡീഷണൽ പോയിന്റ് ആയി വരുന്ന, കേവലം ആ തെറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, ആ തെറ്റിനോടുള്ള അയാളുടെ മനോഭാവം ഒരു അഡീഷണൽ തെറ്റായി. അതാണ് ഖദ്റുൻ സായിദുൻ, ഒരു അഡീഷണൽ തെറ്റാണത്. എന്ത് തെറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, അയാൾ ആ തെറ്റിനെ നിസ്സാരവൽക്കരിക്കുക, മൈൻഡ് ചെയ്യാതെ പുച്ഛിച്ചിങ്ങനെ വിടുക എന്നുള്ളത്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ എന്താകും, വൻപാവങ്ങൾ ചെയ്യുന്ന ഒരാള് അവൻ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലൊരു സ്ഥാനമായിരിക്കും ഉണ്ടാവുക. കാരണം അതിന്റെ ഗൗരവം മനസ്സിലാക്കി, ആ തെറ്റവൻ ചെയ്തുവെങ്കിലും അതിന്റെ ഗൗരവം മനസ്സിലാക്കി അവൻ പശ്ചാത്തപിക്കാനും അള്ളാഹുവിനെ ഭയപ്പെടാനും അതിനെക്കുറിച്ച് അതിന്റെ ശിക്ഷയെ ഓർത്ത് അല്പം പേടിക്കാനും ഒക്കെ അവൻ തയ്യാറായതുകൊണ്ട് ഈ പറഞ്ഞ മിൻ സാഹിബി സ്വഗീറത്തിൻ, ചെറിയ തെറ്റുകൾ ചെയ്ത ആളേക്കാൾ അഹ്സന ഹാലൻ ആർക്കായിരിക്കും, നല്ല അവസ്ഥ ആർക്കായിരിക്കും, നാളെ വൻപാപങ്ങൾ ചെയ്ത ആൾക്കായിരിക്കും. കാരണം അതിന്റെ ഗൗരവം അവൻ മനസ്സിലാക്കി, പശ്ചാത്തപിച്ചു, അതിൽ നിന്ന് തിരിഞ്ഞു നടന്നു. എന്നാൽ ചെറിയ പാപങ്ങളൊക്കെ ചെയ്ത ആളോ അതിനെ മൈൻഡ് ചെയ്യാതെ, അതിനെ തീരെ പരിഗണിക്കാതെ അങ്ങനെ വിട്ടുകളഞ്ഞു ലാസ്റ്റ് അവൻ ഗൗരവം കുറച്ചത് കൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാ, ഒരു തെറ്റ് എപ്പോഴാണോ നിനക്ക് ചെറുതായിട്ട് തോന്നുന്നത്, ചെറിയ നിസ്സാരപ്പെട്ട ഒരു കാര്യം നമുക്ക് എപ്പോഴാണോ അത് ചെറുതായി തോന്നുന്നത്, അതിന്റെ തോതനുസരിച്ചിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ ഗൗരവം കൂടും. നമ്മൾ ഒരു തെറ്റിനെ ചെറുതായി കാണുന്നതോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ ഗൗരവം കൂടിക്കൂടി വരും. അതുപോലെ നമ്മൾ എപ്പോഴാണോ ഒരു തെറ്റിനെ വളരെ ഗൗരവത്തോടുകൂടി കാണും, ചെറിയ തെറ്റായിക്കോട്ടെ വലിയ തെറ്റായിക്കോട്ടെ, അതിന് ഗൗരവത്തോടുകൂടി കണ്ടു തുടങ്ങുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ അത് ചെറുതായി മാറുന്ന. കാരണം നമ്മുടെ ആ ഖൗഫ്, നമ്മുടെ ആ പേടി, ആ തെറ്റിനോടുള്ള ഒരു ഗൗരവം അത് വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അത് വളരെ നിസ്സാരമായി മാറുന്നു. നമ്മൾ എപ്പോഴാണോ കാര്യങ്ങളെ നിസ്സാരമായി കാണുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അത് വളരെ ഗൗരവമായി കാണും. കാരണം അള്ളാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം, അതിന്റെ വലിപ്പവും ചെറുപ്പവും ഒക്കെ നോക്കി നമ്മൾ പരിഗണിക്കാൻ തുടങ്ങുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ ഗൗരവം കൂടുന്ന.
ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ബിലാൽ ബിൻ സഅദ് മഹാനായ താബിഈൻ, അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാ, ലാ തൻദുർ ഇലാ സിഗരിൽ ഖത്തിയ, നിങ്ങൾ തെറ്റിന്റെ വലിപ്പ ചെറുപ്പത്തിലേക്കല്ല നിങ്ങൾ നോക്കണം. തെറ്റ് ചെറുതാണോ, അതിനിപ്പോ ഇത്ര വലിയ ഗൗരവം ഉണ്ടോ, അതിപ്പോ ഈ ഒരു കാലത്തിൽ അതിനൊക്കെ എന്ത് റെലവൻസ് ഉണ്ട്, അതിനൊക്കെ എന്ത് പരിഗണനയാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതൊക്കെ നോക്കാൻ പറ്റുമോ, നമ്മൾ ഈ കാലത്തൊക്കെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ നോക്കരുത്. നിങ്ങൾ അതല്ല നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ട എന്താ, നിങ്ങൾ ആരോടാണ് ആ തെറ്റ് ചെയ്തത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. തെറ്റ് ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മുടെ പരിഗണനയിൽ വലിയ കുഴപ്പമില്ലാത്തതാകട്ടെ തരക്കേടില്ലാത്തതാകട്ടെ, എന്തായിക്കോട്ടെ, അത് കാണിച്ചത് ആരോടാണ്? അള്ളാഹുവിനോടാണെങ്കിൽ ആ അള്ളാഹുവിന്റെ മഖാമിനെ, അമ്മാമൻ ഖാഫ മഖാമ റബ്ബി, ആ അള്ളാഹുവിന്റെ മഖാമിനെ ഭയപ്പെടാതെ, ചെറുതല്ലേ അള്ളാഹ് ഹറാമാക്കി എന്നാലും ചെറുതല്ലേ എന്ന പരിഗണനക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. നമുക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേരെ വ്യഭിചാരോപണം ഉണ്ടായ സംഭവം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കണം സ്വഹാബിമാരെ വിമർശിച്ചു. മുമ്പൊരു ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പല സ്വഹാബിമാരും ഈ വാർത്ത എന്ത് ചെയ്തു, പറഞ്ഞു നടന്നു, ആളുകളുടെ അടുത്ത് പറഞ്ഞു നടന്നു. പല സ്വഹാബിമാരും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചപ്പോ ഒന്നാമത്തെ ആയത്തിന്റെ അവസാനം പറഞ്ഞ കാര്യം എന്താ പറയുക, വതഹ്സബൂനഹു ഹയ്യിനൻ, അവര് വിചാരിച്ചത് അത് നിസ്സാരപ്പെട്ടൊരു കാര്യമാണെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുക. അതിങ്ങനെ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് പറയുക, പങ്കുവെക്കുക, ആ വാർത്ത ഇങ്ങനെ പറയുക, ഒക്കെ ഒരു നിസ്സാരമായി കണ്ടു. വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീമുൻ, അല്ലാഹുവിന്റെ അടുക്കൽ അദീമായിരുന്നത് മഹത്തായ ഒരു വിഷയമായിരുന്നു. നിസ്സാരമാക്കി കണ്ടതാ, അവര് നിസ്സാരമാക്കി കണ്ടു, ചെറുതല്ലെന്ന് വിചാരിച്ചു. വഹുവ ഇൻദല്ലാഹി അദീമുൻ, അവര് ചെറുതായി കണ്ട കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ വളരെ മഹത്തായ വലിയ ഒരു വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഞാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൊണ്ടുവരാൻ, ഇന്നർ റജുൽ, ഒരു മനുഷ്യൻ, ലയതകല്ലമു ബികലിമത്തി, അയാൾ ഒരു വർത്താനം പറഞ്ഞു, അയാൾ ഒരു സംസാരം സംസാരിച്ചോളാം, മിൻ സഖത്തില്ലാഹ്, അള്ളാഹുവിന് ദേഷ്യമുള്ള ഒരു സംസാരം, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലാത്തൊരു സംസാരം അയാൾ സംസാരിച്ചു. അതിന്റെ ബാക്കി എന്താ പറയാ, ലാ യദ്രി മാ തബ്ലു, ലാ യദ്രി മാ തബ്ലു, അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ് എന്നോ, അതിന്റെ ഒരു എഫക്റ്റ് എന്താണ് എന്നോ, അത് എവിടൊക്കെ ചെന്ന് എത്തുമെന്നോ, അതിന് എന്ത് അവസ്ഥയായിരിക്കും അതിന് അവസാനം ഉണ്ടാവുമെന്നോ അതൊന്നും അയാൾ ചിന്തിച്ചിട്ടില്ല. മറ്റൊരു റിവായത്തിൽ കാണാം, ലാ യുൽഖി ലഹാ ബാൽ, അതിനൊരു അർത്ഥം കൽപ്പിക്കാതെ അവൾ പറഞ്ഞു. നമ്മൾ പറയില്ല ചില കാര്യങ്ങൾ, അത് ഞാൻ തമാശക്ക് പറഞ്ഞു കേട്ടോ, അത് സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ, അത് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞ, അത് അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു. അപ്പൊ ഞാൻ വേറൊരു ടെൻഷനിലായിരുന്നു, ആ ടെൻഷനിൽ പറഞ്ഞോ, ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട, സാര വെറുതെ പെടുത്തപ്പെട്ടോളെ, വെറുതെ പറഞ്ഞോ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ലാ യുൽഖി ലഹാ ബാൽ, ഒരു അർത്ഥം വെക്കാതെ, ഒരു ആഴം വെക്കാതെ അതിങ്ങനെ പറഞ്ഞു പോയതാണ്. ആ പറച്ചിൽ കൊണ്ട് യഹ്വി ബിഹാ ഫിന്നാർ, അയാൾ നരകത്തിലെത്തുന്ന, അത് മതി അയാൾ നരകത്തിലെത്താൻ. നമുക്ക് ഹദീസിന്റെ വാചകങ്ങളിലുള്ളത് ലയതകല്ലമു ബികലിമത്തിന, ഒരു വാചകം സ്ഥിരമായിട്ട് ഇങ്ങനെ വൃത്തികേട് പറഞ്ഞു നടക്കുന്ന, സ്ഥിരമായിട്ട് മോശം പറഞ്ഞു നടക്കുന്ന ഒരാളെ പറ്റിയല്ല, ഒരു കലിമത്ത്, ഒരു വാചകം മതി എന്നാണ്. യഹ്വി ബിഹാ ഫിന്നാർ, അയാൾ നരകത്തിലെത്തും. എങ്ങനെ? അബ്അദ മാ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലതയിൽ അത്രയും ആഴത്തിൽ അയാൾ നരകത്തിലേക്ക് പതിക്കുന്ന. എന്ത് കാരണം? ലയതകല്ലമു ബിൽ കലിമ, ഒരു വാചകം പറഞ്ഞതിന്റെ പേരിൽ. നമ്മൾ നിസ്സാരമായിട്ടാണ് തമാശക്ക് പറഞ്ഞു, അതൊന്നും ഞാൻ കുത്തി പറഞ്ഞൊന്നല്ല കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം, നേരെ പറയാൻ പറ്റൂല, ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ അർത്ഥം വെച്ചൊരു സംസാരം, അർത്ഥം വെച്ചൊരു നോട്ടം, ഇരിക്കട്ടെ ഒരെണ്ണം, കൊള്ളന്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ചില വാട്സപ്പിലെ മെസ്സേജുകളൊക്കെ അയക്കുമ്പോ നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ജനറൽ ആയിട്ടൊരു മെസ്സേജ് ഒക്കെ വിടും, നമ്മളാരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, കാണേണ്ടവർ കണ്ടിട്ടുണ്ടാവും, കൊള്ളന്റെ അടുത്ത് കൊണ്ടിട്ടുണ്ടാവും എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. അങ്ങനെയുള്ള വാചകങ്ങളെ പറ്റിയാണ് ഹദീസിൽ പറഞ്ഞത്. അത് ചിലപ്പോ ഇനി ഒരാൾ നിസ്സാരമാക്കി അർത്ഥം പോലും വെച്ചിട്ടുണ്ടാവില്ല, അതിങ്ങനെ നിസ്സാരമാക്കി തമാശക്ക് പറഞ്ഞ വിഷയമായിരിക്കും. അതല്ല യുൽഖി ലഹാ ബാൽ, അതിനൊരു അർത്ഥം അയാൾ കൽപ്പിച്ചിട്ടുണ്ടാവില്ല, നിസ്സാരമായിട്ട് പറഞ്ഞതായിരിക്കും. അല്ലെങ്കിലോ ലാ യദ്രി മാ തബ്ലു, ഇത് എവിടേക്ക് എത്തും എന്നാൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകണം, പ്രശ്നമാകണം എന്ന് വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആകാശഭൂമികളുടെ വിശാലത എത്രത്തോളം ഉണ്ടോ അത്രയും ആഴത്തിൽ അയാൾ നരകത്തിലേക്ക് പതിക്കുന്നു. എത്ര ഗൗരവകരമായിട്ടാണ് നമ്മൾ പല വിഷയങ്ങളെയും കാണേണ്ടത്. ഇനി ഒരു ഹദീസ് നമ്മളെ സൂചിപ്പിച്ചു തരാം. അതുകൊണ്ട് വലാ യുഖഫിഫു മിൻ ഉഖൂബത്തി ദംബ്,
നമ്മളിങ്ങനെ നിസ്സാരമായി കണ്ടതുകൊണ്ട് വല യുഖഫിഹു, ശിക്ഷ എന്ത് ചെയ്യൂല, കുറയൂല. നമ്മളാണ് ഇതിനെ നിസ്സാരമാക്കുന്നത്, നമ്മളിതിനെ നിസ്സാരമാക്കാൻ. പക്ഷെ വല യുഖഫിഫു മിൻ ഉഖൂബത്തി ദംബ് ബൽ യുദാഇഫു ദംബ്. അത് പക്ഷെ എന്താ ചെയ്യാ, നമ്മുടെ ഈ നിസ്സാരവൽക്കരിക്കുക എന്ന ഒരു സ്വഭാവം, അതിനിങ്ങനെ പുച്ഛിച്ച് മൈൻഡ് ചെയ്യാതെ അതിങ്ങനെ നോർമലായി കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവം, യുദാഇഫു ദംബ്, അത് പാപത്തിനെ ഇരട്ടിക്കിരട്ടിയാക്കി മാറ്റാണ്. അഥവാ അതിന്റെ കൂടെയുള്ള ശിക്ഷ ഇങ്ങനെ ഇരട്ടിക്കിരട്ടിയാക്കി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തെറ്റിനേക്കാൾ വലിയ ഗൗരവമുള്ള വിഷയമാണ് തെറ്റിനോടുള്ള മനോഭാവം എന്ന് പറയുന്നത്. അത് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് ഒരാൾക്ക് എന്ത് ചെയ്യുക, തെറ്റിനോടുള്ള മനോഭാവം അയാളെ കൊണ്ടെത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപറിച്ച് മാപ്പാക്കി നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين ما بعد. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ 2-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അവതരിപ്പിക്കുകയാണ്. ആയത്ത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ഒരു സദസ്സിൽ ഒരു ഗോത്രം, ആ ഗോത്രത്തിലെ ഇന്ന ആളെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വിളിക്കണം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇന്ന ആളെ വിളിച്ചാൽ മതിയോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അയാളെ വിളിക്കേണ്ട, വേറെ ആളെ വിളിച്ചാൽ മതിയോ. വേറൊരാളുണ്ട്, അയാളാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്ന ആളെ തന്നെ വിളിച്ചാൽ മതിയോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ല, ഇന്ന ആള് മതി എന്ന് പറഞ്ഞു. രണ്ടാളും സംസാരിച്ച് അവസാനം ബഹളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്, ഒച്ചയും ബഹളമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിക്കുക, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തി നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെക്കാൾ ഉയർന്ന സംസാരത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആ ബഹളം ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശകാരിച്ചുകൊണ്ട് ഖുർആനിൽ ഒരു ആയത്ത് അവതരിപ്പിക്കുക. എന്നിട്ടോ വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ സംസാരിക്കണ മാതിരി അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിക്കുക. അതിന്റെ ബാക്കി എന്തറിയോ, അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളുടെ അമലുകളെല്ലാം അൻ തഹ്ബത, എല്ലാം ബാത്തിലായി പോകും, എല്ലാം നശിച്ചു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയുപോലുമില്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലില്ല ആ വിഷയങ്ങളെ സംബന്ധിച്ച്. നിങ്ങളുടെ അമലുകൾ ബാത്തിലാക്കാൻ അത് മതി, എന്തേ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന പരിശുദ്ധ ഖുർആനിൽ ആയത്ത് കേട്ടതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വരുന്നില്ല. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിന്റെ തഫ്സീറിൽ ആ സംഭവം കൊടുക്കാൻ, കുറച്ച് ദിവസമായിട്ട് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാബിത്ത് എവിടെ? അന്വേഷിക്കാൻ പറഞ്ഞു. വീട്ടിലുണ്ട്, പള്ളിയിലേക്ക് വരുന്നില്ല, വീട് പൂട്ടി വീട്ടിലിരിക്കാൻ. അങ്ങനെ ചെന്ന് സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വകാന സാബിത്തുൻ റഫീഉ സൗത്ത്, എനിക്ക് കുറച്ച് ശബ്ദം കൂടുതലുള്ള ആളാണ് ഞാൻ കുറച്ച് ശബ്ദത്തിന് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊക്കെ പറയുന്നത് ഞാൻ കുറച്ച് ചൂടനാണ്, ഞാൻ കുറച്ച് ദേഷ്യക്കാരനാണ്, ഞാൻ കുറച്ച് ഗൗരവക്കാരനാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ അദ്ദേഹം ന്യായം പറഞ്ഞില്ല, എന്റെ ശബ്ദം കുറച്ച് കൂടുതലാണ്, ഇങ്ങനെയാണ്, എന്റെ ശബ്ദം ഇങ്ങനെയാണ്. അപ്പൊ ആ ആയത്തിൽ ഉദ്ദേശിച്ചത് എന്നെയാണ്. ആ തർഫഉ അസ്വാതകും എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് അവിടെ അൻ തഹ്ബത അഅമാലുകും, അമലുകൾ ബാത്തിലായി പോകുന്നു പറഞ്ഞപ്പോ ഹബിത അമലി അന മിൻ അഹ്ലിന്നാർ, എന്റെ അമലല്ല അപ്പൊ ബാത്തിലായിട്ടുണ്ട്. അന മിൻ അഹ്ലിന്നാർ, ഞാൻ നരകത്തിന്റെ ആളുമായിട്ടുണ്ട്. വജലസ ഫി അഹ്ലിഹി ഹസീനൻ, അദ്ദേഹം എന്ത് ചെയ്യാൻ, വീട്ടുകാരുടെ കൂടെ ഇരിക്കണം, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. വീട് പൂട്ടി വീടിന്റെ അകത്തേക്ക് പുറത്തേക്കേ ഇറങ്ങുന്നില്ല. അങ്ങനെ ഇരിക്കാൻ ഹസീനൻ, അങ്ങേറ്റം വിഷമത്തോടുകൂടി അങ്ങനെ ഇരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വാർത്ത എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചെന്ന് പറഞ്ഞു, ഇന്നതാണ് കാരണം, ഈ ആയത്ത് അവതരിച്ചതാണ് കാരണം, ഇദ്ദേഹത്തിന്റെ അമലൊക്കെ ബാത്തിലായി നരകത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഇതാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന, ലാ ബൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന,
അദ്ദേഹം സ്വർഗത്തിന്റെ ആളാണ് എന്ന്. അതിനുശേഷം സ്വഹാബിമാര് പറയാം, ഞങ്ങളുടെ ഇടയിലൂടെ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിലെ ഒരാൾ ഞങ്ങളുടെ ഇടയിലൂടെ നടന്നു പോകുന്നത് ഞങ്ങൾ ഇങ്ങനെ കാണുമായിരുന്നു. അങ്ങാടിയിലൊക്കെ പള്ളിയിലൊക്കെ ഇങ്ങനെ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എന്നാണ്. കാരണം സ്വർഗത്തിലെ ഒരാളാണ് നടന്നു പോകുന്നത്. സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ആ സമയത്തെ ആ ദറജ അവിടെ ഉയരാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒച്ചയെടുത്ത് സംസാരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പരാമർശിച്ചിട്ടേ ഇല്ല. ഇതൊന്നുമില്ല. ആയത്തിൽ പറഞ്ഞത് സാബിത്ത് റളിയല്ലാഹു അൻഹുവേ അല്ല. എന്നിട്ട് പോലും എന്റെ ശബ്ദമായിരിക്കും അവിടെ ഉദ്ദേശിച്ചത്. ആ തെറ്റിനോടുള്ള ഒരു ഗൗരവമാണ്. അത് ചെയ്താൽ എന്റെ അമല് ബാത്തിലാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ നരകത്തിൽ പോകൂലേ എന്നുള്ള ഒരു വിഷയം. ഇത് ശിർക്കിനെ സംബന്ധിച്ചോ ബിദ്അത്തുകളെ സംബന്ധിച്ചോ വ്യഭിചാരത്തെ സംബന്ധിച്ചോ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുന്നതിനെ സംബന്ധിച്ചോ അല്ല. നിസ്സാരപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പോലും എന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഗൗരവമാണ്. അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിന്റെ ആളായി മാറാൻ ഉള്ള കാരണം എന്നാ? സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മരണം എന്ന് പറയുന്നത് യമാമ യുദ്ധത്തിന്റെ രംഗത്ത്, യമാമ യുദ്ധത്തിന്റെ സമയത്ത് കഫൻ തുണിയും പൊതിഞ്ഞ് അത്തറും പൂശി ആ യുദ്ധത്തിന് ഇറങ്ങിയെന്നാണ്. കഫൻ തുണി ചുറ്റി അത്തറും പൂശി ഇറങ്ങിയെന്നാണ്. ഈ മരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോ കഫൻ തുണി അന്വേഷിച്ച് ആരും നടക്കണ്ട, അത്തർ പൂശാനാരും നടക്കണ്ട, കഫൻ തുണിയും അത്തറൊക്കെ പൂശി യുദ്ധത്തിനിറങ്ങി ആ യുദ്ധത്തിൽ ഷഹീദായി. സുബ്ഹാനല്ലാഹ്, തെറ്റിന് കൊടുത്ത ഗൗരവമാണ്. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ദറജ ഉയർത്താനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും ഒക്കെ വരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മുഹറം മാസത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുമാറാകട്ടെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, മാനസിക വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅഖിമിസ് സ്വലാത്ത്.